പക്ഷേ ആ രണ്ട് വിഭാഗത്തെയും തൃപ്തിപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് എന്നാണ് വിവിധ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഇറാനെ പോലും അറിയിച്ചുകൊണ്ടാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ആ നത്താൻസിലെയും ഇസ്ഫഹാനിലെയും ഫൊർദോയിലെയും സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയം അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടാണ് അവിടെ ഒരു ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം നടന്നിട്ട് തന്നെ എന്താണ് ഫൊർദോയിൽ സംഭവിച്ചത് എന്നതിൻ്റെ കൃത്യമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ അവിടെയുള്ള ഈ ഭൂഗർഭ അറകളിലുള്ള സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കുവാനോ അവിടെയുള്ള ആണവ പരീക്ഷണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. ആണവോർജ്ജ ഏജൻസി, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു കളിപ്പാവയാണ്. അവർ പോലും പറയുന്നത് അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ആണവ വികിരണം ഉണ്ടാവുകയോ ചെയ്തതിൻ്റെ ഒരു സൂചനയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 270 കോടിയിലധികം വരുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത്രയും വലിയ പണം ചെലവഴിച്ച് ഒരു നാടകം സൃഷ്ടിച്ചു എന്നതിലപ്പുറമായി മാത്ര പ്രസക്തമായ ഒരു ഇടപെടൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിരുന്നു ആ B-2 ബോംബറുകൾ തിരിച്ചുപോയ ആ ആക്രമണം. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാകാനുള്ള ഒരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നില്ല. പക്ഷേ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 12 ദിവസത്തെ നിലപാടുകൾ ഓരോ വാക്കുകൾ എടുത്തു വെച്ചാൽ തീർത്തും വൈരുദ്ധ്യാത്മകമായിരുന്നു. ആദ്യം ഒരു കാര്യം പറയുന്നു, പക്ഷേ പിന്നീട് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള മറ്റൊരു പ്രസ്താവന പിന്നീട് നടത്തുന്നു. ആ തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ ഉണ്ടായത്. അതിനും ഒരു കാരണമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ടീമിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആ റിഫ്റ്റാണ്. രണ്ട് ഭാഗത്തെയും തൃപ്തിപ്പെടുത്താവുന്ന പ്രസ്താവനകൾ ഓരോ ദിവസവും ഇറക്കേണ്ടി വരുന്നു. 24 മണിക്കൂറിനകം സമാധാനം വരും എന്നാണ് ഈ യുദ്ധം തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന് തൊട്ടുടനെയായിരുന്നു വലിയ ആക്രമണങ്ങൾ നടന്നത്. അപ്പോൾ ഈ രണ്ട് വിഭാഗവും ട്രംപിന് മേൽ നടത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ ട്രംപിന് വഴങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും നെതന്യാഹുവിൻ്റെ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിനുണ്ടാകുമോ? പക്ഷേ ഇത്തരമൊരു ഡീല് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അതിന് ട്രംപിന് തന്നെ വലിയ തിരിച്ചടിയാണ്. കാരണം ട്രംപിൻ്റെ വിശ്വാസ്യതയ്ക്കും അതേപോലെ തന്നെ ട്രംപിൻ്റെ വാക്കുകൾക്കും യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് വരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. പക്ഷേ ഇറാനിൽ നിന്ന് വരുന്ന സൂചന എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് കൃത്യമായും അബ്ബാസ് അറാക്ചിയുടെ രണ്ടാമത്തെ ട്വീറ്റിലുള്ളത്. 2 ട്വീറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ബാസ് അറാക്ചി നടത്തിയത്. ഒന്നാമത്തെ ട്വീറ്റിൽ പറയുന്നത് അത് ഒരിക്കലും ഞങ്ങൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങളില്ല. യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഏകപക്ഷീയമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് അവർ പിൻവാങ്ങുമ്പോഴാണ് എന്ന ഒന്നാമത്തെ ട്വീറ്റ്. അത് സ്വാഭാവികമായും അത് അവിടെയുള്ള ഒരു ഡൊമസ്റ്റിക് ഓഡിയൻസിനെ, ആഭ്യന്തര സമൂഹത്തെ, ഇറാൻ ജനതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് യുദ്ധവിദഗ്ധരും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വിശാരദന്മാരും പറയുന്നത്. അത് സ്വാഭാവികവുമാണ്. കാരണം അമേരിക്ക ഇത്തരമൊരു യുദ്ധമുഖത്തുണ്ടാകുന്ന ഘട്ടത്തിൽ യാതൊരുവിധ ഉപാധികളുമില്ലാതെ അമേരിക്കക്ക് മുമ്പിൽ കീഴടങ്ങി എന്നുള്ള, അമേരിക്കക്കും ഇസ്രായേലിന് മുമ്പിൽ കീഴടങ്ങി എന്ന ഒരു പ്രതീതി ഇറാനിയൻ ജനതക്കുള്ളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതികരണമാണ് അത് എന്ന് പറയുന്നു. പക്ഷേ രണ്ടാമത്തെ ഒരു ട്വീറ്റ് അബ്ബാസ് അറാക്ചി നടത്തി. ആ ട്വീറ്റിൽ പറയുന്നത് കൃത്യമായി യുദ്ധം അവസാനിപ്പിക്കുന്ന ടോണാണ് പറയുന്നത്. ഇസ്രായേലിനെതിരെ ഇതുവരെ ആക്രമണം നടത്തിയ എല്ലാ സൈനികർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു, അവരുടെ പോരാട്ടത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നു. പിന്നീട് അതിൽ സമയം പറയുന്നുണ്ട്. പ്രാദേശിക സമയം 4 മണി. 4 മണിയോടുകൂടി 4 മണിയുടെ അവസാന മിനിറ്റ് വരെ ഇതിൽ പങ്കാളിയായിട്ടുള്ള സൈനികർക്കാണ് അഭിനന്ദനം അറിയിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ എന്തിൻ്റെ ലാസ്റ്റ് മിനിറ്റ് എന്നുള്ളത് പ്രധാനമാണ്. അത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രായേലിൽ പതിച്ചു എന്ന് പറയുന്ന മിസൈലുകളെല്ലാം തന്നെ ആ 4 മണിയുടെ മുമ്പ് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചതാകാം. അങ്ങനെയാണ് എങ്കിൽ ആ 4 മണിക്ക് ശേഷം ഞങ്ങൾ ഇനി ഒരു ആക്രമണത്തിനില്ല എന്നാണ് ഇറാൻ്റെ നിലപാട് എങ്കിൽ അത് മധ്യസ്ഥർ മുഖേനയും സ്വാഭാവികമായും ബാക്ക് ചാനലിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ 4 മണിക്ക് ശേഷം ഇറാൻ ഇനി ആക്രമിക്കില്ല എന്നൊരു സൂചന ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു വിചാരിക്കുന്നുവെങ്കിൽ ഇനിയൊരു ആക്രമണം ടെഹ്റാന് നേരെ നടത്താതിരിക്കാം. അങ്ങനെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുമോ? അങ്ങനെ അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ യുദ്ധത്തിന് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മുൻകൈകൾ എടുക്കുന്നതിൽ നെതന്യാഹുവും പങ്കുവഹിക്കുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 1-2 പ്രസ്താവനകൾ, പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളെ
ഖത്തറിനെയെല്ലാം ഇതിൽ ഇടപെടിക്കാനുള്ള ഒരു ബാക്ക് ചാനൽ നീക്കം ഇസ്രായേൽ നടത്തിയിരുന്നു. ഇപ്പോൾ തന്നെ നോക്കുക, 24 മരണമാണ് ഇതുവരെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 3 കൂടി ചേർത്ത് 27 പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ. അതേപോലെ കഴിഞ്ഞ 12 ദിവസമായി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇസ്രായേൽ ജനതയ്ക്ക്. അവർ ബങ്കറുകളിൽ കഴിയുകയാണ്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇസ്രായേലിൻ്റെ അധികൃതർ പറഞ്ഞത് ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ കൊല്ലപ്പെടുന്നു, നിരവധി കെട്ടിടങ്ങൾ തകരുന്നു, ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രികളിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നു. നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ചിത്രങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണോ ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുക അങ്ങനെയൊക്കെ പുറത്തേക്ക് പോകുന്നു, കാൽനടയായി പോകുന്നു. പുതിയ ബോട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് കടൽ മാർഗം വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള 20,000 ആളുകൾ US-ന്റെ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്തിക്കണം എന്ന അപേക്ഷകൾ നൽകുന്നു. വിമാനത്താവളം തുറന്നപ്പോൾ വലിയ തിരക്ക് കാരണം വിമാനങ്ങളെല്ലാം ഫുള്ളാകുന്നു. ഈ ടൂറിസ്റ്റുകൾക്കും അതേപോലെ തന്നെ വിദേശത്തുള്ള പൗരന്മാർക്കും മാത്രമായി വിമാനങ്ങൾ പ്രത്യേകം സർവീസ് പരിമിതപ്പെടുത്തുന്നു. സാധാരണക്കാർക്ക് ഇനി ജൂലൈ 7-ന് ശേഷം മാത്രമേ പുറത്തു പോകാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആ തരത്തിൽ ഇസ്രായേലിലെ ജനത പൊറുതി മുട്ടിയിട്ടുണ്ട്. അവർ ഈ ഒരു സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്ന നിലയിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് പുറമേക്ക് ചില മാധ്യമങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഇസ്രായേലിലെ തന്നെ മാധ്യമങ്ങളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഫ്രസ്ട്രേഷൻ കൃത്യമായി തന്നെ വരച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് ഈ യുദ്ധം ട്രംപിൻ്റെ പൂർണ്ണമായ സഹകരണം ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത അടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരുപക്ഷെ നെതന്യാഹു അത്തരമൊരു നിലപാടിലേക്ക് അംഗീകരിക്കുന്നുണ്ടോ? കൃത്യമായും ഏകദേശം ഒരു 2-3 മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് തോന്നുന്നത്.